ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ASAP. ഞാൻ ഷൈജു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സംഖ്യകളും തുകകളും എന്ന ടോപ്പിക്കിലെ ആദ്യ ഭാഗമാണ്. അതായത് എണ്ണൽ സംഖ്യ, ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ ഇവരുടെ തുക കാണുന്നതും തുക തന്നാൽ തിരിച്ച് എണ്ണം കണ്ടുപിടിക്കുന്നതുമാണ് ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കി പോർഷനാണ് എടുക്കുന്നത്. ആദ്യ പോർഷൻ അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകളിൽ നിന്ന് അഖണ്ഡ സംഖ്യകളിലേക്ക് വരുമ്പോൾ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾക്ക് മുമ്പിലായി 0 കൂടി ഉൾപ്പെട്ടാൽ 0, 1, 2, 3, 4 എന്ന് പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അപ്പം എണ്ണൽ സംഖ്യകൾക്ക് മുമ്പിലായി 0 കൂടി ഉൾപ്പെട്ടാൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ എണ്ണം അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ n×n-1/2. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. n×n+1/2 ആയിരുന്നു എങ്കിൽ ഇവിടെ ഈ പ്ലസ് മാറി എന്താകുന്നു? മൈനസ് ആകുന്നു. അപ്പോൾ ആദ്യത്തെ n എണ്ണം അഖണ്ഡ സംഖ്യകളുടെ തുക n×n-1/2. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? ഇക്വേഷൻ നമുക്കറിയാം, n×n-1/2. n എന്ന് പറയുന്നതാണ് എണ്ണം. ഇവിടെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 50 × 50 - 1, 50 - 1 49/2. ഈ മേളിൽ വരുന്ന ഇരട്ട സംഖ്യയും താഴത്തെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 50നെ 2 വെച്ച് വെട്ടുമ്പോൾ 25. 25 × 49. 25 × 49 ഗുണിക്കുമ്പോൾ 25 × 49. 9×5 45, ശിഷ്ടം 4. 9×2 18, 4 22. 4 20, 0, ശിഷ്ടം 2. 4 2 8, 2 10. 5 2 2 1. ആൻസർ 1225. ഇപ്പോൾ ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ഇക്വേഷൻ. നമുക്കറിയാം n×n-1/2. എന്നിൻ്റെ സ്ഥാനത്ത് 50 ആണ്. 50 × 50 - 1 49/2. 2ഉം 50ഉമായി വെട്ടാൻ നേരത്ത് 25 എന്ന് കിട്ടി. 25 × 49 ഗുണിച്ചപ്പോൾ ആൻസർ 1225. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാം. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ കൃത്യമായിട്ട് എണ്ണം തന്നിരിക്കുവാണ് 25. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര എന്നാണ് എണ്ണം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 25. അപ്പം നമുക്കറിയാം, വീണ്ടും അഖണ്ഡ സംഖ്യകളായതുകൊണ്ട് ഇക്വേഷൻ n×n-1/2. നേരെ എന്നിൻ്റെ സ്ഥാനത്ത് എണ്ണം 25 ആണ്. 25 × 25 - 1 24/2. ഈ 24ഉം 2 ആയിട്ട് വെട്ടുമ്പോൾ 24ൻ്റെ പകുതി 12. 25 × 12. ഒന്നെങ്കിൽ 25നെ 12 വെച്ച് മാറ്റി ഗുണിക്കുക, അല്ലെങ്കിൽ നമുക്കറിയാം 25 × 10 250 ആണ്. 2 25 കൂടി വേണം. 2 25 എന്ന് പറയുമ്പോൾ 50. 250ഉം 50ഉം 300 എന്ന് കിട്ടി. അപ്പം അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ, ആദ്യത്തെ n എണ്ണം അഖണ്ഡ സംഖ്യകളുടെ തുക n×n-1/2. അപ്പോൾ ഓക്കെ അല്ലേ? അടുത്ത പോർഷനിലോട്ട് പോകാം. അപ്പോൾ അഖണ്ഡ സംഖ്യകളെന്ന് പറഞ്ഞാൽ 0
മുതൽ അങ്ങ് തുടങ്ങുന്നു. 0, 1, 2, 3, 4 എന്ന് പോകുന്ന സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ n എണ്ണം അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n-1 / 2. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, അപ്പം നമുക്ക് തുക കണ്ടുപിടിക്കാൻ എണ്ണൽ സംഖ്യ, ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, പിന്നെ അഖണ്ഡ സംഖ്യകൾ, ഇത്രയാണ് നോർമലി തുക കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളും ചോദിക്കുന്നത്. ഇനി അടുത്തത് നമ്പർ സിസ്റ്റത്തിൽ വരുന്ന 2 വ്യത്യസ്ത സംഖ്യകൾ കൂടിയാണ് ഈ പോർഷനിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യം വരുന്നതാണ് അനഘ സംഖ്യകൾ. അനഘ സംഖ്യകൾ, ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അനഘ സംഖ്യകളെ നമ്മൾ പരിപൂർണ സംഖ്യകൾ എന്നും വിളിക്കാറുണ്ട്. പരിപൂർണ സംഖ്യകൾ, അനഘ സംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ. അനഘ സംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ. അപ്പോൾ ഡെഫിനിഷനാണ് ഈ കാണുന്നത്. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ കൂട്ടിയാൽ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ അത്തരം സംഖ്യകളെയാണ് അനഘ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സംഖ്യയുടെ ആദ്യം ഘടകങ്ങൾ എന്താണ് എന്നൊന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. ഇപ്പം നമ്മളൊരു സംഖ്യ എഴുതുവാണ് 8. 8 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 8നെ പൂർണ്ണമായിട്ട് ഹരിക്കാവുന്നത് ഏതൊക്കെയാണോ അതിനെയാണ് 8ൻ്റെ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം 8 എന്ന് പറയുന്ന സംഖ്യയെ നമുക്കറിയാം 1 വെച്ച് പൂർണ്ണമായിട്ട് ഹരിക്കാം, 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, പിന്നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 8 എന്ന് പറയുന്നതിനെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. അടുത്ത ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 4 ആണ്, പിന്നെ ഉള്ളത് 8 ആണ്. അപ്പോൾ 8ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 2, 4, 8. ഇനി നമുക്ക് മറ്റൊരു നമ്പർ കൂടി നോക്കാം. ഇപ്പോൾ 10 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ, 10 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 10നെയും 1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം, 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാനേ പറ്റത്തില്ല, 5 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, 10 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാം. അപ്പോൾ പറഞ്ഞത് ഒരു സംഖ്യയുടെ, നമ്മൾ ഈ ഡെഫിനേഷനിലേക്കല്ല വന്നത്, ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ പൂർണ്ണമായിട്ട് ഹരിക്കാവുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് അതിൻ്റെ ഘടകങ്ങളെന്ന് വിളിക്കാം. 8ൻ്റെ ഘടകങ്ങളാണ് 1, 2, 4, 8. 10ൻ്റെ ഘടകങ്ങളാണ് 1, 2, 5, 10. പിന്നെ 12 ചോദിച്ചു കഴിഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യകളെ ആ സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടി വരാം. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 8 എന്ന് പറയുന്ന സംഖ്യയിൽ 8 ഒഴികെ ബാക്കി വരുന്ന ഘടകങ്ങൾ 1, 2, 4. അപ്പൊ ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ കൂട്ടിയാൽ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ, ഇപ്പൊ നോക്കിയേ 8ൻ്റെ കേസിൽ ഘടകങ്ങൾ 4, 2, 1 കൂട്ടിയാൽ 8 തന്നെയാണോ കിട്ടണത്? 4ഉം 2ഉം കൂടി കൂട്ടിയാൽ 6, 6ഉം 1ഉം കൂടി കൂട്ടിയാൽ 7. 8 അല്ലാത്തത് കൊണ്ട് 8 എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അനഘ സംഖ്യ അല്ല. അടുത്ത 10ൻ്റെ 10 ഒഴികെ ബാക്കി ഘടകങ്ങൾ കൂട്ടുന്നു, 5ഉം 2ഉം 7ഉം 1ഉം 8. അവിടെയും 10 എന്നാണ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 10ഉം എന്തല്ല, അനഘ സംഖ്യയല്ല. അപ്പം അനഘ സംഖ്യ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഘടകങ്ങൾ എന്ന് പറയുന്ന ടേം വന്നതുകൊണ്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ആദ്യം ഒന്ന് പറഞ്ഞത്. ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാവുന്ന എല്ലാ നമ്പറുകളെയും കൂടി ചേർത്തേണ്ടാണ് അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ കൂട്ടിയാൽ തിരിച്ച് സംഖ്യ തന്നെ വരുമെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അനഘ സംഖ്യകൾ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പരിപൂർണ സംഖ്യകൾ. അപ്പം നമുക്ക് അനഘ സംഖ്യകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇപ്പം 8 അനഘ സംഖ്യ അല്ലെന്ന് പറഞ്ഞ് 10ഉം അനഘ സംഖ്യ അല്ല. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുവാണെന്ന് വിചാരിക്കുക. 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ, 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ എഴുതിയാൽ നോക്കിക്കേ. 6ൻ്റെ ആദ്യത്തെ ഘടകം 1, അടുത്ത ഘടകം 2,
അടുത്ത ഘടകം 3, അടുത്ത ഘടകം 6. ഒരു സംഖ്യയുടെ ആ സംഖ്യ അല്ലാത്ത ഘടകങ്ങൾ കൂട്ടിയാൽ തിരിച്ച് സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ അത്തരം സംഖ്യകളെയാണ് അനക്കസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. 6ൻ്റെ നോക്കിക്കേ, 6 ഒഴികെ ബാക്കി സംഖ്യകൾ 1 + 2 + 3, 3ഉം 2ഉം കൂടി കൂട്ടിയാൽ 5, 5ഉം 1ഉം കൂടി കൂട്ടിയാൽ തിരിച്ച് എന്ത് തന്നെ 6. അപ്പോൾ ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങൾ കൂട്ടിയാൽ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ അത്തരം സംഖ്യകളെയാണ് അനക്കസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് അനക്കസംഖ്യകളെന്ന് നോക്കാം. 10,000-ൽ താഴെ ഉള്ള അനക്കസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4 സംഖ്യകളേ ഉള്ളൂ. ഔത്തിൽ തന്നെ 1000-ൽ താഴെയുള്ള അനക്കസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3 സംഖ്യകളേ ഉള്ളൂ. 6, 28, 496. 100-ൽ താഴെയുള്ള അനക്കസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 എണ്ണേ ഉള്ളൂ. 6, 28. 28ൻ്റെ കൂടി നമുക്ക് വേണമെങ്കിൽ ഘടകങ്ങൾ എഴുതി ജസ്റ്റ് ഒന്ന് നോക്കാം. 1, 2, 4, 7, 14, 28. 28 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഇതൊക്കെയാണ്. 1, 2, 4, 7, 14, 28. അപ്പോൾ 28-ൽ 28 ഒഴികെ ബാക്കിയെല്ലാം തമ്മിൽ കൂട്ടിയാൽ 1 + 2 + 4 + 7 + 14 കൂട്ടിയാൽ 1ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 3, 3ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 7, 7ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 14, 14ഉം 14ഉം കൂടി കൂട്ടുമ്പോൾ 28. കറക്റ്റായിട്ട് സംഖ്യ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം 100-ൽ താഴെ 6 നമ്മൾ നേരത്തെ എഴുതിയതാണ്. 1, 2, 3, 6. വീണ്ടും വേണം. 1, 2, 3, 6. 6 ഒഴികെ ബാക്കി കൂട്ടിയാൽ കറക്റ്റായിട്ട് 6 തന്നെ. അപ്പം ഈ വലിയ സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതി നോക്കൽ നടക്കുകയല്ല. അപ്പം അത് കാണാതെ പഠിച്ചോണം. 10,000-ൽ താഴെ 4 സംഖ്യകളേ ഉള്ളൂ. 6, 28, 496, 8128. പറഞ്ഞത് അനക്കസംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ആ സംഖ്യ അല്ലാത്ത ബാക്കി എല്ലാ ഘടകങ്ങളും കൂട്ടിയാൽ തിരിച്ച് സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അനക്കസംഖ്യകൾ. 100-ൽ താഴെ 2 അനക്കസംഖ്യകളേ ഉള്ളൂ. 6, 28. 1000-ൽ താഴെ 3 അനക്കസംഖ്യകളാണ്. 6, 28, 496. 10,000-ൽ താഴെ 4 എണ്ണം. 6, 28, 496, 8128. ഓക്കെ അല്ലേ ഇവിടം വരെ? ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്തത് സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അഭാജ്യ സംഖ്യകൾ. ഇപ്പോൾ ഇത് തുടർന്ന് നമ്മൾ പറഞ്ഞു ഇതൊരു സ്ട്രീക്ക് പോലെ നമ്മൾ മുഴുവൻ 22 ടോപ്പിക്കും എടുക്കുവാണ്. അതിൽ ഇനി വരുന്ന പല ടോപ്പിക്കിലും വീണ്ടും കേൾക്കാൻ പോണ ഒരു സാധനമാണ് ഈ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചോണം. ഒന്നിനേക്കാൾ വലുതും ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളുമായ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. നമുക്ക് ഘടകങ്ങൾ ഇപ്പം അറിയാം. ആ സംഖ്യയെ പൂർണ്ണമായിട്ട് ഹരിക്കാവുന്നവന്മാരെയാണ് ഘടകങ്ങളെന്ന് വിളിക്കുന്നത്. ഇപ്പം 8ൻ്റെ ഘടകവും 10ൻ്റെ ഘടകവും ഒക്കെ നമ്മൾ എഴുതിയതാണ്. ഒരു സംഖ്യയ്ക്ക് ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകം ഉണ്ടാകാവുള്ളൂ. പറഞ്ഞിരിക്കുന്നത് എന്തിനേക്കാൾ വലുതുമായിരിക്കണം? ഒന്നിനേക്കാൾ വലുതുമായിരിക്കണം. ഇപ്പം അതേ എക്സാമ്പിൾ എഴുതാൻ നിന്നാൽ ആദ്യത്തെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 2ന് വേറെ ഒരു ഘടകവും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. 1ഉം 2ഉം മാത്രം. അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അത് കഴിഞ്ഞാൽ വരുന്ന അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. അപ്പം നമ്മൾ 100 വരെ ലിസ്റ്റ് ചെയ്ത് എഴുതുവാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോണത്. അപ്പം അതിനു മുമ്പേ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ കോഡ് പഠിച്ചു വെച്ചേക്കാം. അതായത് നമ്മളിപ്പോൾ പലരുടെയും ഫോൺ നമ്പറുകളൊക്കെ കാണാതെ പഠിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ഒരു 10 ഡിജിറ്റാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന വീഡിയോ കാണുന്നവ എല്ലാവരും തന്നെ പറയുന്നതിനോടൊപ്പം തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേക്കണം. 4422 4422 322 321. ഒന്നുകൂടി പറയാം. 4422 322 321. ഒന്നുകൂടി പറയാം.
4422 322 321. 4422 322 321. 4422 322 321. ഇതെന്താന്ന് ചോദിച്ചാൽ 1 മുതൽ 10 വരെ ഉള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 4 എണ്ണമാണ്. 11 മുതൽ 20 വരെ ഉള്ളതിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം വീണ്ടും എന്ത് തന്നെ 4 എണ്ണമാണ്. 21 മുതൽ 30 വരെ ഉള്ളതിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 2 ആണ്. 31 മുതൽ 40 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം വീണ്ടും 2 ആണ്. 41 മുതൽ 50 വരെയുള്ളതിൽ 3 അഭാജ്യ സംഖ്യകളുണ്ട്. 51 മുതൽ 60 വരെ 2 എണ്ണം. 61 മുതൽ 70 വരെ 2 എണ്ണം. അങ്ങനെ 71 മുതൽ 80 വരെ 3 എണ്ണം. 81 മുതൽ 90 വരെ 2 എണ്ണം. 91 മുതൽ 100 വരെ 1 എണ്ണം. നമുക്കിത് ഏതൊക്കെയാണെന്നാണ് അടുത്തത് നോക്കാൻ പോണത്. ഒന്ന് ജസ്റ്റ് നോക്കിയോ. നമ്മളിപ്പോൾ പറഞ്ഞ കോഡാണ് ഈ റെഡ് കളറിൽ എഴുതി വെച്ചിരിക്കുന്നത്. 4422 322 321. 4422 322 321. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 4 ആണ്. 1 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 3 5 7. ഇപ്പോൾ 1 മുതൽ 10 വരെ 4 എണ്ണം ഉണ്ട്. 2 3 5 7. ഇനി അതേപോലെ അടുത്ത 11 മുതൽ 20 വരെ നമുക്കറിയാം. 4422 ആ രണ്ടാമത് വരുന്നതാണ് 4. അതേതൊക്കെയാണ് 11 13 17 19. 15 എന്ന് പറയുന്ന സംഖ്യയെ 3 വെച്ച് അല്ലെങ്കിൽ 5 വെച്ച് ഹരിക്കാവുന്നത് കൊണ്ട് 15 ഇല്ല. ബാക്കി 11 13 17 19. നമുക്കറിയാം ഇരട്ട സംഖ്യയായിട്ട് ഒരു അഭാജ്യ സംഖ്യ വരുവുള്ളൂ, 2 മാത്രം. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ഇരട്ട സംഖ്യകളെയും നമുക്ക് കോമൺ ആയിട്ട് എന്ത് വെച്ച് ഹരിക്കാൻ പറ്റും? 2 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു ഇരട്ട സംഖ്യ പോലും അഭാജ്യ സംഖ്യയായിട്ട് വരില്ല. അഭാജ്യ സംഖ്യയായിട്ടുള്ള ഏക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് 21നും 30നും ഇടക്ക് 2 അഭാജ്യ സംഖ്യയുള്ളൂ. നമുക്ക് കോഡ് വഴി അറിയാം. 2 അഭാജ്യ സംഖ്യ ഏതൊക്കെയാണ്? 23ഉം 29ഉം. 27നെ നമുക്ക് 9 3 27. 21 എന്ന് പറയുന്നത് 7 3 21. ബാക്കി 23 29 മാത്രം. 31 മുതൽ 40 വരെയുള്ളതിലും നമുക്ക് കോഡിൽ അറിയാം എത്ര അഭാജ്യ സംഖ്യകളേ ഉള്ളൂ? 2 എണ്ണം. 31 37. 33നെ 3 വെച്ച് ഹരിക്കാം. 39നെയും 3 വെച്ച് ഹരിക്കാം. അടുത്തത് 41 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ 3 അഭാജ്യ സംഖ്യകളുണ്ട്. 41 43 47. 49 7ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് അത് മാത്രമില്ല. ബാക്കി 41 ഉണ്ട്, 43 ഉണ്ട്, 45 5 കൊണ്ടും ഹരിക്കാം. 47. ഇനി 51 മുതൽ 60 വരെ ഉള്ളതിൽ 2 അഭാജ്യ സംഖ്യയേ ഉള്ളൂ. 53ഉം 59ഉം. 51 17 × 3 ആയതുകൊണ്ട് 51 ഒഴിവാക്കി. 55 എന്ന് പറയുന്നത് 11 × 5 5 വെച്ച് ഹരിക്കാവുന്നത് കൊണ്ട് 55 ഒഴിവാക്കി. 57 19 × 3 ആയതുകൊണ്ട് അത് ഒഴിവായി. ഇനി 61 മുതൽ 70 വരെയുള്ള സംഖ്യകളിൽ 2 അഭാജ്യ സംഖ്യകളേ ഉള്ളൂ. 61ഉം 67ഉം. 63 9 × 7 63 ആണ്. 13 × 5 65 ആണ്. 23 × 3 69 ആണ്. അതുകൊണ്ട് ആ 3 നമ്പറുകൾ ഒഴിവായി. അടുത്ത 71 മുതൽ 80 വരെ ഉള്ളതിൽ നമുക്കറിയാം, നമ്മൾ കോഡ് പഠിച്ചു വച്ചിരിക്കുകയാണ്. 3 അഭാജ്യ സംഖ്യകളാണുള്ളത്. 71 73 79. 75ന് 15 × 5 ആയതുകൊണ്ട് 75 ഒഴിവാക്കുക. 11 × 7 ആയതുകൊണ്ട് 7ഉം 11ഉം ഘടകമായിട്ട് വരുന്നത് കൊണ്ട് 77ഉം ഒഴിവാക്കുക. അടുത്തത് 81 മുതൽ 90 വരെയുള്ള സംഖ്യകളിൽ 2 അഭാജ്യ സംഖ്യകളേ ഉള്ളൂ. 83 89 2 എണ്ണം. വീണ്ടും 90 ഇവിടെ
85 നമുക്ക് 5 വെച്ച് ഹരിക്കാം, 87 3 വെച്ച് ഹരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവന്മാർ രണ്ടുപേരും ഒഴിവായിട്ട് ബാക്കി 83 89. 91 മുതൽ 100 വരെ ഉള്ളതിൽ ഒറ്റ അഭാജ്യ സംഖ്യയുള്ളൂ 97. 91 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിളാണ്, 13 × 7 7 വെച്ച് ഹരിക്കാവുന്നത് കൊണ്ട് 91 ഒഴിവാക്കി. 93 3 വെച്ച് ഹരിക്കാവുന്നത് കൊണ്ട് 93 പോയി. 95 5 വെച്ച് ഹരിക്കാവുന്നത് കൊണ്ട് അത് പോയി. പിന്നെ വരുന്നത് 97 മാത്രം. അപ്പോൾ ഈ കോഡ് നല്ലപോലെ ഓർത്ത് വെക്കുക. 4422 322 321. അപ്പോൾ ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ചോദ്യങ്ങൾ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ചെയ്തു വിടാം. നമ്പർ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പം നമുക്ക് ശരാശരി എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ കേട്ട് വരുന്ന സാധനമാണ്. തുക ബൈ എണ്ണമാണ് ശരാശരി. ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് ശരാശരി എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. എന്താ ചോദ്യം? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ എടുത്തെഴുതുക, കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ നമുക്കറിയാം 2 ആണ്. അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 3, 5, 7. നോക്കിയ അഭാജ്യ സംഖ്യകൾ 2, 3, 5, 7. അഞ്ചാമത്തെ അഭാജ്യ സംഖ്യ 11. അതിലേക്ക് വരുമ്പോൾ 2, 3, 5, 7. അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 11 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം? 5 എണ്ണം. നോക്കിക്കേ, ഇതെല്ലാം കൂടി കൂട്ടുന്നു. 2ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 5, 5ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 10, 10ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 17, 17ഉം 11ഉം കൂടി കൂട്ടുമ്പോൾ 28 ഡിവൈഡഡ് ബൈ 5. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ തുക ബൈ എണ്ണമാണ്. 2, 3, 5, 7, 11. ഇതാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ. അത് 5ഉം തമ്മിൽ കൂട്ടുന്നു, 5 വെച്ച് ഹരിക്കുന്നു. 5 എണ്ണം കൂട്ടിയപ്പോൾ 28 കിട്ടി, ഡിവൈഡഡ് ബൈ 5. 28 കംപ്ലീറ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റത്തില്ല, ഹരിച്ച് പോയിന്റ് ആക്കുക. I5 25 കുറക്കുമ്പോൾ 3 പോയിന്റ് ഇട്ട് 0 കൊടുത്തു. പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ 0 ഈസി ആയിട്ട് കൊടുക്കാം. 30ൽ 5 6 പ്രാവശ്യം, 6 5 30. ആൻസർ 5.6. ഇത് ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പം നമുക്ക് ശരാശരി കാണാനുള്ള ഇക്വേഷൻ അറിയണം. ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡഡ് ബൈ എണ്ണം. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളും അറിഞ്ഞിരിക്കണം. 2, 3, 5, 7, 11. ആ 5 എണ്ണം കൂട്ടി 28 കിട്ടി, ഡിവൈഡഡ് ബൈ 5. ആൻസർ 5.6. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? അപ്പം നമ്മൾ കോഡ് പഠിച്ചു വെച്ചിരിക്കുന്നത് 4422 322 321. 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം കാണാൻ 44 22 3. 50 വരെ മതി. 1 മുതൽ 10 വരെ 4 എണ്ണം, 11 മുതൽ 20 വരെ 4 എണ്ണം, 21 മുതൽ 30 വരെ 2 എണ്ണം, 31 മുതൽ 40 വരെ 2 എണ്ണം, അടുത്തതിൽ 3 എണ്ണം. ഇത് കൂട്ടിയെടുക്കുന്നു. 4 + 4 8 + 2 10 + 2 12 + 3 15. ഓക്കെ അല്ലേ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം ഒന്നുകൂടി. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം. ഒന്നെങ്കിൽ നിങ്ങൾ ആ എണ്ണം കൃത്യമായിട്ട് കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ആ കോഡ് വെച്ച് ചെയ്തെടുക്കുക. അതായത് 44 22 322 321.
ഇതെല്ലാം കൂടി കൂട്ടുന്നു. 4 4 8, 10, 12, 15, 17, 19, 22, 24 1, 25 എണ്ണം. പിന്നെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞ്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2, ഇരട്ട സംഖ്യയായിട്ടുള്ള ഏക അഭാജ്യ സംഖ്യ അതും 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, PSC പരീക്ഷകളിൽ മൊത്തം മാത്സിൽ 22 ടോപ്പിക്കുകളാണ്. അതൊരു സീരീസ് പോലെ നമ്മൾ എടുത്തു പോവുകയാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഇപ്പോൾ കവർ ചെയ്തത്. ബാക്കി 21 ടോപ്പിക്കുകൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഒപ്പം പഠിച്ചു പോകാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.